ഹലോ, ഹെൽമസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ആലിയ കട്ട് ചുരിദാറാണ് തയ്ക്കുന്നത്. അതിൻ്റെ സ്പെഷ്യലൈസ് എന്നാന്ന് വെച്ചാൽ വീനക്കാണ്, ഓപ്പൺ ആണ്, അതായത് സ്ലിറ്റുള്ള ആലിയ കട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് നമുക്ക് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇതാണ് അളവിന് തന്നിട്ടുള്ള ചുരിദാർ. നമുക്കതിൻ്റെ തുണി തന്നിട്ടുള്ളത് 2.25 തുണിയാണ്. അപ്പോൾ നമുക്ക് 3/4 അല്ല കൈ ചെറുതാണ്, ചെറിയ കൈ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തുണി കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്ക്കുന്നത് നോക്കാം. അപ്പം പുറകു വശത്ത് നമുക്ക് ആലിയ കട്ടില്ല, പ്ലെയിൻ ആണ്. ഫ്രണ്ട് വശത്ത് മാത്രമേ ആലിയ കട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. അപ്പോൾ തുണി നമുക്ക് പുറകും മുന്നും നമുക്ക് സെപ്പറേറ്റ് വരണം. കാരണം നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ ആലിയ കട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പുറകു വശം നമുക്ക് സെപ്പറേറ്റ് വെട്ടിയെടുക്കണം. നമുക്ക് ആദ്യം മടക്കിയിടാം. ഇത് നല്ല വീതിയുള്ള തുണിയാണ്, അതുകൊണ്ടാണ് നമ്മൾ 2.25 എടുത്തിട്ടുള്ളത്. തുണി നമുക്ക് 2 മടക്കിയിടാം. പുറകുവശം ആദ്യം കട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് അളവെടുക്കാം. നമുക്ക് ഇറക്കം നോക്കാം. ഇറക്കം നമുക്ക് തയ്ച്ച് തീർന്നപ്പോൾ 42 ആണുള്ളത്. 42. അപ്പോൾ നമുക്ക് വണ്ണം നോക്കാം. ചെസ്റ്റ് വണ്ണം തയ്ച്ച് തീർന്നപ്പോൾ 34 വേസ്റ്റ് വണ്ണം 31 ഹിപ്പിൻ്റെ അവിടെ സ്ലിറ്റ് നമ്മളിടുന്നെടുത്ത് 34 കഴുത്തിറക്കം നമുക്ക് 1 ഇഞ്ച് വരുന്നുള്ളൂ. 1 ഇഞ്ച് കഴുത്തിറക്കം വരുന്നുള്ളൂ. ഷോൾഡർ 14 വരുന്നുണ്ട്. നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. പുറകു വശം ആദ്യം കട്ട് ചെയ്യാം. ഇപ്പോൾ സ്ലിറ്റിൻ്റെ വീതി വരുന്നത്, ഇപ്പോൾ സ്ലിറ്റാണ് ഇട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ വീതി വരുന്നത് അടിവശത്ത് 26 വരുന്നുണ്ട്. നമുക്ക് 42 ഇറക്കം വരുന്നത്. അത് അടയാളപ്പെടുത്താം. 42 1/2 43. നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇറക്കം നമ്മൾ പുറകിൽ, ഇപ്പോൾ നമ്മൾ 43 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി. നമ്മൾ ആലിയ കട്ട് ചുരിദാർ തയ്ക്കുമ്പോൾ പുറകു വശം നമ്മൾ തയ്ക്കാൻ വേണ്ടി ഇവിടെ 2 മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് വശം വേറെയാണ് തയ്ക്കുന്നത്. അതായത് ആലിയ കട്ട് ഫ്രണ്ടിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറകിൽ ആ ഷേപ്പിലല്ല വെട്ടുന്നത്, പ്ലെയിൻ ആയിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പുറകു പീസ് വെട്ടണം. അതിനായിട്ട് നമ്മൾ ഇറക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42 നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട ഇറക്കം. അതിൻ്റെ കൂടെ നമ്മൾ 1.5 അടയാളപ്പെടുത്തി 43 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവരുടെ ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് വേണം. അപ്പോൾ 14ൻ്റെ പകുതി എന്ന് പറയുന്നത് 7ആണ്. 7ൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് 1/2 ഇഞ്ച് രേഖപ്പെടുത്തി. അപ്പോൾ നമുക്ക് 14 ഷോൾഡർ ആകുമ്പോൾ നമുക്ക് തയ്ക്കാൻ വേണ്ടത് 15 ഷോൾഡർ ആയിരിക്കണം. തയ്യൽത്തുമ്പാണ് 1 ഇഞ്ച്. അപ്പോൾ നമ്മളിവിടെ 2 മടക്കിയിട്ടിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ 7.5 അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മളിവിടെ 7.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് വേണ്ടത്. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 1 ഇഞ്ചാണ് കഴുത്തിറക്കം ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ 1.25 തയ്യൽത്തുമ്പ് അടക്കം 1.25 കഴുത്തിൻ്റെ ഇറക്കമായിട്ട് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്ത് അകലമാണ് വേണ്ടത്. അപ്പോൾ 2.5 ഇഞ്ച് കഴുത്തകലം രേഖപ്പെടുത്തി നമുക്ക് ചതുരം വരയ്ക്കും. അപ്പോൾ നമ്മൾ അധികം കുഴിയാത്തൊരു യു വരച്ചെടുത്തു. പിന്നെ നമുക്കിവിടെ ഈ ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കണം. 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് കൊടുത്ത് അടയാളപ്പെടുത്തി. ഇത് കഴുത്തിറക്കം കുറവാണ്. അതുപോലെ നമുക്ക് ഇത് ആലിയ കട്ട് ആയതുകൊണ്ടാണ് നമ്മൾ സ്ലോപ്പ് കൊടുത്തത്. എല്ലാത്തിനും നമുക്ക് സ്ലോപ്പ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ ശരീര ഷേപ്പിനനുസരിച്ചാണ് സ്ലോപ്പ് കൊടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ അടയാളപ്പെടുത്തി, കഴുത്ത് ഇറക്കം സ്ലോപ്പിനുള്ളത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കൈക്കുഴിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഷോൾഡറിൻ്റെ അളവ് തന്നെ കൈക്കുഴി ഒരിക്കലും കൊടുക്കാറില്ല. കാരണം ആം ഹോൾ റൗണ്ടിനനുസരിച്ചാണ് നമ്മൾ കൈക്കുഴി കൊടുക്കുന്നത്. പക്ഷേ ഈ കൊച്ചിന് നമുക്ക് നല്ല ഷോൾഡർ വീതിയുള്ള കൊച്ചാണ്. അതുപോലെ നമുക്ക് കഴുത്തിറക്കം കുറവാണ്, പുറകു കഴുത്തിറക്കമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷോൾഡർ തന്നെ നമ്മൾ കൈക്കുഴി കൊടുക്കുകയാണ്. അതായത് നമുക്കിവിടെ 7.5 നമ്മൾ ഷോൾഡർ അകലമായിട്ട്, ഷോൾഡറിൻ്റെ വീതിയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതേ 7.5 തന്നെ നമ്മളിവിടെ കൈക്കുഴിയുടെ ഇറക്കമായിട്ടും
കൊടുക്കണം. നമ്മൾ ഒരിക്കലും നമുക്കതങ്ങനെ കൊടുക്കേണ്ടി വരും. അവരുടെ ശരീര ഷേപ്പിനനുസരിച്ച് ചിലർക്ക് നമുക്കത് ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കേണ്ടി വരും. പക്ഷെ ചിലർക്കത് ഒക്കില്ല, ശരിയാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ തന്നെ നമ്മൾ കൈക്കുഴി ഇറക്കമായിട്ട് കൊടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ്. അപ്പോൾ 34 പറഞ്ഞു. അതിൻ്റെ 4 1 എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് 14.5 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തണം. അത് നമുക്ക് 7.5 ഇഞ്ചാണ് വേസ്റ്റ് വണ്ണമായിട്ട് വരുന്നത്. അതായത് 31 ഇഞ്ചാണ്. അപ്പോൾ 7.75 വരും. 31 ഇഞ്ച് വണ്ണമാണ് വേസ്റ്റ് ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ 31ൻ്റെ 4 1 എന്ന് പറയുന്നത് 7.75. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഹിപ്പ് ഇറക്കം നോക്കുക. അതായത് 21 ഹിപ്പ് ഇറക്കമായിട്ട് വരുന്നത്. അത് നമ്മൾ അടയാളപ്പെടുത്തി. അവിടെ നമുക്ക് 36 ഹിപ്പ് വണ്ണമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 8.5 ഇഞ്ച്. 9 ഇഞ്ച് 36 ഹിപ്പ് വണ്ണമായിട്ട് വരുന്നത്. അവിടെ നമ്മൾ 9 ഇഞ്ച് വണ്ണമായിട്ട് അടയാളപ്പെടുത്തി. അതായത് 36ന് 4 വണ്ണം. ഇത് നമ്മൾ ചുരിദാറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്യാത്തത്. നമ്മൾ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ലൂസ് കൂട്ടിയിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇതിപ്പോൾ നമ്മൾ അളവ് ചുരിദാറിൽ നിന്നാണ് അളവെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ എടുത്ത വണ്ണത്തിനെ 4 ആക്കി ഭാഗിച്ചിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ശരീരത്തിൽ നിന്നായിരുന്നെങ്കിൽ നമുക്കിതിലൂടെ ലൂസ് ചേർക്കണമായിരുന്നു. ഇപ്പോൾ ചുരിദാറിൽ നിന്ന് ആയതുകൊണ്ടാണ് അതേ സെയിം വണ്ണം തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ 34, ഇവിടെ 31, ഇവിടെ 36 മൂന്നളവ്. എത്ര നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കിത് കൈക്കുഴി വരയ്ക്കാം. ചെറിയൊരു കൈക്കുഴി, ചെറിയൊരു ഷേപ്പ് വരുന്നുള്ളൂ. ഇനി നമുക്ക് തയ്യൽത്തുമ്പ് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ ഇടാം. ഇവിടെ നമുക്ക് 1 ഇഞ്ച് സ്ലിറ്റാണ് നമുക്ക് താഴേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 1 ഇഞ്ച് ഇടുന്നുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും വരച്ചു. ഇനി നമുക്ക് താഴെ വശത്ത് സ്ലിറ്റിൻ്റെ വീതി 26 തയ്ച്ച് തീർന്നപ്പോൾ ഉള്ള സ്ലിറ്റിൻ്റെ വീതി. അതായത് ഫ്രണ്ടിൽ ആലിയ കട്ട് വരുന്നതുകൊണ്ടാണ്, ഫ്രണ്ട് വശത്ത് ആലിയ കട്ട് വരുന്നതുകൊണ്ടാണ് ഇത്രയും വീതി കൊടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത്രയും വീതി നമുക്ക് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പം 13 ഇഞ്ച് തയ്ച്ച് തീരുമ്പം വീതി വേണ്ടതാണ്. നമുക്കത് 14 ഇഞ്ച് ഇടണം. 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ വീതി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇവിടുന്ന് ചെരിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ ആലിയ കുർത്തി ആയതുകൊണ്ട്, ഫ്രണ്ട് വശത്ത് ആലിയ കട്ട് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വീതി ആവശ്യമാണ്. സാധാരണ പോലെ നമുക്ക് സ്ലിറ്റ് ചുരിദാർ അടിക്കുന്ന പോലെ നമുക്ക് ഇതടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ അടിവശത്ത് 1 ഇഞ്ച് ചെരിച്ച് കൊടുക്കണം. അടിവശം ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കുക സൈഡ്. അപ്പോൾ നമ്മളതും വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് വരുന്നത്. പിന്നെ നമ്മൾ പുറകു വശത്ത് നമ്മളൊരു ടക്ക് കൊടുക്കുന്നുണ്ട് ഷേപ്പിന് വേണ്ടി. അപ്പോൾ നമ്മൾ പുറകിൽ 12 ഇഞ്ച്, അതായത് വേസ്റ്റ് ലെങ്തിൻ്റെ നടുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു 5 ഇഞ്ച് മുകൾ വശത്ത് നമ്മൾ 11.5 ഇഞ്ച് താത്തിയിട്ട് വേസ്റ്റ് ലെങ്ത് നടുക്കായിട്ട് നിൽക്കുന്ന പോലെ നമ്മൾ 5.5 ഇഞ്ച് താഴേക്ക് ഇറങ്ങി പോകാതിരിക്കാനാണ് നമ്മൾ ചെറിയൊരു ടക്ക് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് അകലവും 5.5 ഇഞ്ച് നീളവുമായിട്ടാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടക്കിനുള്ളതും അടയാളപ്പെടുത്തി. 3.5 ഇഞ്ച് അകലവും, അതായത് ഇവിടെ നിന്ന് നടുക്ക് നമ്മൾ 3.5 ഇഞ്ച് അകലവും മുകളിൽ നിന്ന് 11.5 ഇഞ്ച് ഇറക്കവും ടക്കിൻ്റെ നീളം 5.5 ഇഞ്ചുമായിട്ട് നമ്മൾ ടക്കിന് അടയാളപ്പെടുത്തി. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ പുറകു വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു +1 വിദ്യാർത്ഥിയുടെയാണ്. സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പോൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ, യൂണിഫോമിന് മുന്നേ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പുറകു വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് വശം കൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള തുണി നമുക്ക് നിവർത്തിയിടാം. ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു സ്ലിറ്റ് രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വീതി ആവശ്യമാണ്. നമ്മൾ ഫ്രണ്ട് വശം വെട്ടാൻ വേണ്ടി നമ്മളിവിടെ ഇറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കം 43, അതായത് പുറകിലത്തെ ഇറക്കം തന്നെ നമ്മൾ ഫ്രണ്ടിൽ അടയാളപ്പെടുത്തുവാണ്. താഴ്വശം നമ്മളൊപ്പം വെച്ചിട്ട് ഇത് മുകളിലേക്കിട്ട്. അപ്പോൾ നമ്മളിവിടെ ആലിയ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമുക്ക് തലത്തുമ്പ് കൂടുതൽ വേണം. അപ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂടുതലെടുക്കും. അതായത് ഫ്രണ്ട് സൈഡിൽ മാത്രം നമ്മൾ 1 ഇഞ്ചും കൂടെ കൂടുതലെടുക്കും. അതായത് ആലിയ കട്ട് വരുന്ന തയ്ച്ചു പോകും. നമുക്ക് യോക്ക് പീസയിലും താഴത്തെ പീസയിലും നമുക്ക് 1/2 ഇഞ്ച് വീതം പോകും. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മളിവിടെ നമ്മൾ തുണി വെട്ടുമ്പോൾ തന്നെ നമ്മൾ കൂട്ടിയിടണം. അതിനായിട്ട് നമ്മൾ 43-ലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇതിനേക്കാളും 1 ഇഞ്ച് കൂടുതലിടും. നമ്മൾ താഴെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് പിടിക്കുമ്പോൾ നമ്മൾ 43-യുടെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൂട്ടും. 44. 44 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലോപ്പ് കൊടുക്കണം. ഫ്രണ്ട് വശത്ത് 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു. അത് നമ്മൾ വരച്ചു. ഇതാണ് നമ്മുടെ പുറകു പീസ്. ഇവിടെ വരെയുള്ളൂ ഇറക്കം. നമ്മൾ 1 ഇഞ്ച് കൂടുതലെടുത്താണ് ഇവിടെ. അതായത് യോക്ക് പീസിന് അടിപ്പ് വരുന്നതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് ഫ്രണ്ട് പീസിൽ കൂടുതലെടുത്തത്. അപ്പോൾ നമുക്ക് ഈ കൈക്കുഴി അത് തന്നെ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ 8 ഇഞ്ച് തന്നെ നമ്മളിവിടെ, അതായത് ഈ ചുരിദാർ നമ്മൾ മുകളിലേക്ക് കയറ്റിയിടും. ഉണ്ടോ? നമുക്ക് കൈക്കുഴി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് മുകളിലേക്ക് കയറ്റിയിട്ടു. എന്നിട്ട് നമ്മൾ ഈ കൈക്കുഴി എല്ലാം കറക്റ്റ് തന്നെ വരയ്ക്കും. വണ്ണം നമുക്ക് സെയിം അല്ല, കാരണം വണ്ണത്തിന് നമുക്ക് കുറച്ച് ഞൊറി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു 3 ഇഞ്ച് കൂടുതലെടുക്കും. യോക്ക് പീസിന് വേണ്ട, നമുക്ക് ഞൊറി ഇടുന്ന നമ്മുടെ ചുരിദാറിൻ്റെ താഴത്തെ പീസിന് മാത്രം മതി. യോക്ക് പീസിന് നമുക്ക് ഇത് സെയിം വണ്ണം മതി. അപ്പോൾ ഇവിടെ നിന്നൊരു 13 ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ യോക്ക് പീസിൻ്റെ ഇറക്കം എടുക്കുന്നത്. അതായത് വേസ്റ്റിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെയാണ് നമ്മൾ. അതായത് വേസ്റ്റ് നമ്മൾ 14 ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തത്. അപ്പോൾ നമ്മളിവിടെ 13.5 ഇഞ്ച് ഇറക്കത്തിലാണ് യോക്ക് പീസിനായിട്ട് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം വണ്ണം തന്നെ മതി ഇത്. പക്ഷേ വണ്ണം കൂടി വരുന്നത് ഈ ഭാഗത്താണ്, അതായത് ഞൊറി വരുന്നത് നമുക്ക് ഇവിടെയാണ്. അതുകൊണ്ട് അപ്പോൾ ഇത്ര നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് താഴത്തെ സ്ലിറ്റ്, അത് വീതി കറക്റ്റ് തന്നെയാണ്. ഞൊറി ഇവിടെ മാത്രമേ നമുക്ക് കൂടുതൽ വരുന്നുള്ളൂ. അപ്പോൾ സ്ലിറ്റിൻ്റെ അതെല്ലാം ആ 13, 14 തന്നെയാണ് നമ്മൾ വീതി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഞൊറി കൂടുതൽ വേണം. അത് ഞാൻ വെട്ടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി പുറകു പീസ് എടുത്ത് മാറ്റാം. നമ്മൾ പുറകു വശം വെച്ചിട്ട് ഷോൾഡർ, കൈക്കുഴി, വണ്ണം അത്രയും നമ്മൾ അടയാളപ്പെടുത്തി. സ്ലിറ്റിൻ്റെ വീതി ഇത്ര അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ പുറകു പീസ് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കി അളവുകൾ രേഖപ്പെടുത്താം. പിന്നെ നമുക്ക് കഴുത്തിൻ്റെ ഇറക്കമാണ് രേഖപ്പെടുത്തേണ്ടത്. കഴുത്തിൻ്റെ ഇറക്കമാണ് രേഖപ്പെടുത്തേണ്ടത്. നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഫ്രണ്ട് കഴുത്തിറക്കമാണ് 6.5 ഇഞ്ച്. 6.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പം അകലം നമുക്ക് 2.5 ഇഞ്ച്. നമ്മൾ പുറകിൽ 2.5 ഇഞ്ചാണ് എടുത്തത്. മുന്നിൽ നമ്മൾ 2.5 ഇഞ്ചാണ് അകലം കൊടുക്കുന്നത്. ഇത് നമുക്ക് ബോക്സ് ആക്കി വരയ്ക്കാം.
ഇതിനകത്ത് നമ്മൾ വി ഷേപ്പിലാണ് കഴുത്ത് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആംഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് കഴുത്ത് വരയ്ക്കാം. നമുക്ക് ആംഹോൾ കർവ് വെച്ചിട്ട് കഴുത്ത് വരയ്ക്കാം. അല്ലാതെ നമുക്ക് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വി ഷേപ്പ് വരയ്ക്കാം. അല്ല ഇനിയിപ്പോൾ നമുക്ക് ആംഹോൾ കർവ് വെച്ചിട്ട്, അതായത് ഈ വാലറ്റ്, ആംഹോൾ കർവിൻ്റെ വാലറ്റ് നമ്മൾ താഴേക്ക്, അതായത് നേരത്തെ വശം നമ്മൾ താഴേക്ക് വയ്ക്കുന്നു. അതിനുശേഷം ഈ വരയിൽ, അതായത് നമ്മൾ അകലെടുത്ത ആ വരയിലേക്ക് ചേർത്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു വി ഷേപ്പ് കിട്ടും. ഇതാ ഇങ്ങനെ നമുക്ക് ഒരു വി ഷേപ്പ് വരച്ചെടുക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ. ഇല്ല ഇനി നമുക്ക് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വി ഷേപ്പ് വരയ്ക്കാം. പക്ഷെ അതിലും ഭംഗിയായിട്ട് കിട്ടുന്നത് ആംഹോൾ കർവ് വെച്ചിട്ടുള്ള വി ആണ്. ഇത് നല്ലൊരു വി ആണ്, നല്ലൊരു ഭംഗിയുള്ള നമുക്ക് വി ഷേപ്പ് കിട്ടും ഇങ്ങനെ വരച്ചാൽ. അപ്പോൾ നമ്മൾ കഴുത്ത് വരച്ചു കഴിഞ്ഞു. നമ്മളിവിടെ കൈക്കുഴി കുറച്ചുകൂടെ കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് വശം ആയതുകൊണ്ട് നമുക്ക് പുറകിലത്തെ വീതി വേണ്ട. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ഉള്ളിലേക്ക് കുറച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് വെട്ടുന്നത്. ഇതാണ് നമ്മൾ സ്ലോപ്പ് കൊടുത്തത്. അവിടെ നിന്ന് നമ്മൾ ഇത് കൈയിറക്കം, കൈക്കുഴി നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. പുറകിലത്തെ കൈക്കുഴി വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 1/2 ഇഞ്ചും കൂടെ ഇവിടെ കുറച്ച് കൊടുക്കാം. അപ്പം നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് പുറകിലത്തെയാണ്, ഇത് മുന്നിലത്തെ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 6.5 ഇഞ്ച് കഴുത്തിനായിട്ട് വി ഷേപ്പ് വരയ്ക്കാനായിട്ട് നമ്മൾ വരച്ചു. അവിടെ ആദ്യമായിട്ടാണ് നമ്മൾ ആലിയ കട്ടിനുള്ളത് വരയ്ക്കുന്നത്. ചിലർ ഇത് താഴെ നിന്ന് 7 ഇഞ്ച് പിടിക്കും. അപ്പം നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അതായത് ഈ യോക്ക് പീസ് വേറെ എടുത്തിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഈ പീസെ തന്നെയാണ് യോക്ക് പീസ് അറ്റാച്ച് ചെയ്ത് വെട്ടുന്നത്. അപ്പോൾ ഒറ്റ പീസെ തന്നെയാണ് വെട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് താത്തുന്നത്. ആ കൊച്ചിന് കഴുത്തിൻ്റെ അവിടം വരെ ആലിയ കട്ടിൻ്റെ ഷേപ്പ് നിൽക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കയറ്റി കട്ട് ചെയ്യുന്നത്. അത് വ്യത്യാസം വരാം. ഇവിടെ നിന്ന് നമുക്ക് 4 വരാം, 3 വരാം, 2.5 വരാം, 1 വരാം, 1.5 വരാം, അല്ലെങ്കിൽ കഴുത്ത് അവിടം വരെ കയറി നിൽക്കുന്ന വരാം. അങ്ങനെ പല ഷേപ്പിലുള്ള ആലിയ കട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് താത്തിയിട്ടാണ് നമ്മൾ ആലിയ കട്ടിനുള്ള ഷേപ്പ് എടുക്കുന്നത്. ഇത് ചിലപ്പം 2.5 വരെ ആകാം, അല്ലെങ്കിൽ 3 വരെ ആകാം. അതെങ്ങനെ വേണേലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ 1.5 ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് 1.5 താത്തി വെട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഷേപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് വേസ്റ്റ് ലെങ്ത് വന്നേക്കുന്നത് നമുക്ക് 14.5 ഇഞ്ചാണ്. ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് വന്നേക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റും. അതായത് വേസ്റ്റ് ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് 14.5 വന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് 13.5 പിടിച്ചാലും നമുക്ക് അങ്ങനെ പറ്റും. അല്ലെങ്കിൽ ഈ വേസ്റ്റ് ലെങ്തിൽ നിന്ന് 1 ഇഞ്ച് കയറ്റിയാലും നമുക്ക് അങ്ങനെ അളവ് കണ്ടെടുത്താം. അല്ലാതെ നമുക്ക് മുകളിൽ നിന്ന് അളവ് കണ്ടെത്താം. ഈ വേസ്റ്റ് ലെങ്തിൽ നിന്നും ഈ ആലിയ കട്ടിൻ്റെ ഷേപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് ഈ വേസ്റ്റ് ലെങ്തിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചു. ഇവിടുന്ന് ആയാലും 13.5 എടുത്താൽ മതി. ഇവിടുന്ന് ആകുമ്പോൾ 14 വേസ്റ്റ് ലെങ്ത്, അത് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് 13.5 കിട്ടണം. കഴുത്തിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ച് കുറച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് യോജിപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് താത്തിയിട്ട് താഴേക്കൊരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വേസ്റ്റ് ലെങ്തിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് 13.5 അടയാളപ്പെടുത്തി. ഇങ്ങനെ അടയാളപ്പെടുത്തിയ ശേഷം ഈ 13.5ലേക്ക് വരച്ച ഈ വരയിൽ നിന്നും ഈ 1.5ലേക്ക് വരച്ച വരയിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കുകയാണ്. ഇങ്ങനെ. ഇങ്ങനെ നമുക്കൊരു വര വരയ്ക്കാം. അതായത് നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് 1.5 താത്തി വരച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ നിന്ന് നമ്മൾ 13.5 അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇറക്കം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ നേർത്തൊരു നേർരേഖ വരച്ചു. ഉണ്ടോ? നമ്മളിവിടെ ഒന്ന് ഇതായത് വണ്ണം നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 2 ഇഞ്ച്. അവിടെ നമ്മൾ ഈ 1.5യിലേക്ക് നേരെ രേഖ വരച്ചു. 13.5യിൽ ടച്ച് ചെയ്ത് നമ്മൾ നേർരേഖ വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആലിയ കട്ട് നേരെയല്ല, നമ്മളൊരു ചെറിയ ഷേപ്പ് കൊടുത്തിട്ടാണ് ആലിയ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഈ ഷേപ്പ് സ്കെയിൽ എടുത്ത് നോക്കാം. ഉണ്ടോ? അപ്പം ഒരു 1/2 ഇഞ്ച് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതായത് നമ്മൾ നേരെ രേഖ വരച്ചത് അവിടെ നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇതുണ്ടോ? ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു നേർരേഖയെ നമുക്ക് 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്താണ് നമ്മൾ ആലിയ കട്ടിന് വരച്ചെടുത്തത്. ഉണ്ടോ?
ചെറിയൊരു ഷേപ്പ് ചെയ്ത് നമ്മൾ നേർരേഖയല്ല വരച്ചത്, അതിന് പകരം ഒരു ഷേപ്പ് ചെയ്തുള്ളൊരു ഇത് ലൈനാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയാണ് നമ്മുടെ കഴുത്തുള്ളത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ആലിയ കട്ടിനുള്ളത് തന്നെ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത്രയും കട്ട് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ. കഴുത്ത് ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്, ഫ്രണ്ട് കഴുത്ത്. അതുകൊണ്ട് കഴുത്തിപ്പം കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യണം നമുക്ക്. ക്യാൻവാസ് ഒട്ടിച്ച് നമ്മൾ കഴുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇനി അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യോക്ക് പീസ് വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിത് ഈ ഷേപ്പ് നമ്മൾ നേരെയാക്കും. ഈ നമ്മൾ ഷേപ്പ് വരച്ചല്ലോ, അതങ്ങ് വെട്ടിക്കളയും. അതിനുശേഷം ഇത് നേർരേഖയിൽ നമ്മൾ വെട്ടിയെടുക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ അറ്റം വരെ നമ്മൾ വെട്ടിയെടുക്കണം. നമുക്ക് ഞുറി വേണമല്ലോ, ചെറിയൊരു ഞുറി നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മൾ അത് നീളം കൂട്ടിയാണ് എടുത്തത്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഈ ഷേപ്പിൽ ഇത് നമുക്ക് ഞുറിക്കുള്ളതാണ് നമ്മൾ ഇത്രയും കൂടുതലിട്ടത്. ഇനി നമ്മളത് ഷേപ്പ് ചെയ്തിങ്ങനെ വരച്ചെടുക്കും. താഴേക്ക് നമുക്ക് പുറകിലത്തെ അതേ വീതി മതി. 13 അതായത് 26 നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത്. അതേ വീതി തന്നെ നമുക്ക് ഫ്രണ്ടിലും അടിവശത്ത് മതി. നമുക്കിവിടെ 1 ഇഞ്ച് ചരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഞുറിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഞുറി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഞുറിയുള്ളത് കിട്ടും. ഇത്രയും പീസ് നമുക്ക് ഞുറിയായിട്ട് ഇവിടെ കിട്ടും. ഇത്ര നമുക്ക് തലത്തുമ്പോൾ വേണമെന്നില്ല, 2 ഇഞ്ച് വേണമെന്നില്ല, 1.5 ആയാലും മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഞുറി കൂടുതൽ കിട്ടും. ഉണ്ടോ, ഇത്രയും കിട്ടും. അതോടെ നമുക്ക് ഞൊച്ചിട്ട് വെക്കാം. അപ്പോൾ നമ്മളിവിടെ അത്രയും വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് വെട്ടണം, അതൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്ക് കൈയും കൂടെ വെട്ടാം. പുറകു പീസും ഫ്രണ്ട് വശം നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി കൈ നമ്മൾ വെട്ടുന്നത് ചെറിയ കൈയാണ്. നമ്മൾ ഉണ്ടാക്കി മടക്കിയിട്ടു. അതിനുശേഷം കൈയുടെ വണ്ണം, ഈ അളവ് ചുരിദാറയിൽ നമുക്ക് കൈയുടെ വണ്ണം കിട്ടിയിട്ടുള്ളത് തയ്ച്ച് തീർന്നപ്പോൾ 7.5. അപ്പോൾ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 8.5 എടുക്കും. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടിയെടുക്കാം. നമുക്ക് 1.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. അപ്പോൾ 9 ഇഞ്ച്. 9 ഇഞ്ച് കിട്ടുമോ നോക്കണം. ഇവിടെ നമുക്ക് 9 ഇഞ്ച് കിട്ടിയല്ല. നമ്മളിവിടെ കൈ ഇട്ടിട്ടുണ്ട്. നമുക്ക് 9 ഇഞ്ച് ഇവിടെ കിട്ടുമോ നോക്കാം. നമുക്കിവിടെ 9 ഇഞ്ച് കിട്ടും. സ്വല്പം ചരിച്ച് വെച്ചപ്പോൾ നമുക്ക് 9 ഇഞ്ച് ഇറക്കം കിട്ടുന്നുണ്ട്. ഇറക്കം വേണ്ടത് നമുക്ക് തയ്ച്ച് തീർന്നപ്പോൾ 3.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ലൈനിങ് ആണ് വെക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് കൂടുതലിടുന്നുള്ളൂ. 3.5 ഇഞ്ചും 4.5 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ റിഗാൾ ഷേപ്പ് വരുന്നത് നമുക്ക് 4.5 ഇഞ്ച് ഇറക്കും, അല്ല 3.5 ഇഞ്ച് ഇറക്കുള്ളൂ. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടിട്ടുണ്ട്, 4.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ 3.5 ഇഞ്ചിൽ തന്നെയാണ് റിഗാൾ ഷേപ്പ് എടുക്കുന്നത്. 3.5 ഇഞ്ച് നമ്മൾ റിഗാൾ ഷേപ്പ് എടുക്കും. അതിന് ശേഷം നമ്മളിവിടെ 1.5 അടയാളപ്പെടുത്തി. നമ്മുടെ 9 വണ്ണം ഇവിടെ അടയാളപ്പെടുത്തി. നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി, റിഗാൾ ഷേപ്പ് 3.5 അടയാളപ്പെടുത്തി, ഇറക്കം അടയാളപ്പെടുത്തി. ഇനി നമുക്കിതൊന്ന് ക്രോസ് വരയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ആം ഹോൾ കർവ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ കൈ ഇങ്ങനെ, എനിക്ക് കുറച്ചുകൂടെ
ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ ശീലിച്ചു പോയത്. എനിക്ക് ആം ഹോൾ കർവിനേക്കാൾ ഇഷ്ടം ഫ്രീ ഹാൻഡാണ്. ഞാൻ കൈ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വണ്ണം കിട്ടാൻ വേണ്ടി നമ്മളിവിടെ കട്ട് ചെയ്തതാണ്. ഇതൊരെണ്ണമാണുള്ളത്. നമുക്കിനി ഒരു കൈയും കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വിധം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആം ഹോൾ റൗണ്ട് 16 നമുക്കിവിടെ കിട്ടുമോ നോക്കാം. നമ്മൾ 9 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തിയാൽ ഇതാ നമുക്ക് 16 വേണ്ടത്. നമുക്കിവിടെ 7.5 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ട വണ്ണം. 7.5 ഇഞ്ച്. അപ്പോൾ അവിടെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ആം ഹോൾ റൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പോൾ നമുക്കിതാ 8.25 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് 16 കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 7.5 വണ്ണം ഇവിടെ അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് 9 അടയാളപ്പെടുത്തിയതാണ്. നമ്മൾ തയ്ക്കേണ്ട വണ്ണമാണ് 7.5. ആ 7.5യുടെ അവിടെ നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് ഈ ഷേപ്പിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആം ഹോൾ റൗണ്ടിൻ്റെ വണ്ണം നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്കിവിടെ 8.25 നമ്മുടെ 16 ആം ഹോൾ റൗണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൂട്ടി നമുക്ക് ഒരു ഭാഗത്തെ അളവ് വരുന്നത് 8.25. 16യുടെ പകുതി 8.25. അപ്പോൾ ആ 8.25 നമുക്ക് ഈ ഷേപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ കൈ വെട്ടാം. അപ്പോൾ കൈ തികയുന്നില്ലാത്തവർ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ആം ഹോൾ റൗണ്ട് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയ ശേഷം, അതായത് നമ്മൾ തയ്ക്കേണ്ട വണ്ണം അടയാളപ്പെടുത്തിയ ശേഷം അവിടെ നമ്മൾ ടേപ്പ് പിടിച്ച് ഇങ്ങനെ നോക്കുക. അന്നേരം നമുക്ക് ആം ഹോൾ റൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൈ വെട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ കൈവറ്റി. നമുക്കിനി ഒരു കൈ കൂടെ കട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ കിട്ടുമോ നോക്കാം. ഇവിടെ കിട്ടിയല്ല വണ്ണം. അപ്പോൾ നമ്മളങ്ങനെ ചുരിദാർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആലിയ കട്ടിൻ്റെ ചുരിദാർ നമ്മൾ ഫ്രണ്ട് വശം ആലിയയും പുറകു വശം പ്ലെയിനുമായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങോടെ കട്ട് ചെയ്ത് അടിക്കുന്ന നേരത്തെ കാണിക്കാം. നമ്മളങ്ങനെ ലൈനിങ് അടക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ലൈനിങ് വെച്ച് അടിച്ചു മറിക്കാം കൈ ആദ്യം. നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ലൈനിങ് വെച്ച് നമുക്ക് അടിച്ചു മറിക്കാം. കഴുത്തിന് ക്യാൻവാസ് ഒക്കെ ഒട്ടിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലൈനിങ് വെച്ച് അടിച്ചു മറിക്കാം. ഇവിടെ ലൈനിങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം കട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കണം. നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കഴുത്ത് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആലിയ കട്ടിൻ്റെ ആ ഷേപ്പ് നമുക്ക് അടിച്ചെടുക്കാം. ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം നമുക്ക്.
നമ്മൾ ആലിയ കട്ടിൻ്റെ കോണ് മുറിച്ചല്ലോ, യോക്ക് പീസല്ല, താഴത്തെ വശത്ത് നമ്മൾ ആലിയ കട്ടിൻ്റെ ക്രോസ് മുറിച്ചു, അതായത് കോണ് മുറിച്ചു നമ്മൾ. അത് നമുക്ക് സാധാരണ നമ്മൾ ഞൊറിയിടുമ്പോൾ ഒരു ഇച്ചിരി വലിയ ഞൊറിയാകും. അതിന് പകരം നമുക്ക് ലോങ് സ്റ്റിച്ചിൽ കാണിക്കാത്ത ഞൊറികളായിരിക്കും വരുന്നത്. അപ്പോൾ ആ കൊച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, നമുക്കധികം എടുത്ത് കാണിക്കാത്ത ഞൊറികളാണ് വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ചുരിദാറിൻ്റെ അളവ് തന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്നൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് അധികം എടുത്ത് കാണിക്കാത്ത ഞൊറികളാണ് നമുക്ക് താഴത്തെ പീസയിലിടേണ്ടത്. അപ്പോൾ നമുക്ക് 2 വിധത്തിൽ അങ്ങനെ ചെയ്യാം. ഒന്ന് നമുക്ക് ലോങ് സ്റ്റിച്ചിട്ട് അടിച്ചിട്ട് നമുക്കൊന്ന് വലിച്ചിട്ട് ചെറിയ ഞൊറിയാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് വെച്ചാൽ ഈ മെഷീൻ്റെ ഇവിടെ നമ്മളൊരു സൂചി കൊടുക്കുന്നു, കാണിച്ചു തരാം. നമ്മളൊരു നീഡിലെടുത്തിട്ട് മെഷീൻ സൂചി എടുക്കുന്നു, നമ്മളിവിടെ ഒന്ന് അമർത്തി കൊടുക്കുന്നു. അതെന്നാന്ന് വെച്ചാൽ ഇത് അധികം താഴേക്ക് താന്നിരിക്കില്ല. പ്രഷർ പോട്ടിന് ഒരു ചെറിയ ലൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അടിക്കുമ്പോൾ കറക്റ്റ് ഇതിൽ വരും. നോക്കാം നമുക്ക്. കണ്ടോ, ചെറിയ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മൾ ചെയ്തത് നൂല് വലിക്കാൻ നമുക്ക് ഇത്രയും ഭംഗിയായി കിട്ടത്തില്ല. അതിൽ നല്ലത് നമുക്ക് ഇങ്ങനെ സൂചി നീഡിൽ നമ്മൾ പ്രഷർ പോട്ടിൻ്റെ ഇടയ്ക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് സ്വാഭാവികമായ ഞൊറിയിൽ നമുക്ക് സാധനം കിട്ടും. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്കധികം ഞൊറിയില്ല താനും, എന്നാൽ പിന്നെ നമുക്കൊരു ഞൊറിയുടെ ഫീൽ ചെയ്യുകയും ചെയ്യും. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൂചി ഊരിയെടുക്കാം. ഇനി നമുക്ക് സ്വാഭാവികമായൊരു ഞൊറി, അതായത് ചെറിയൊരു ഞൊറിയുടെ ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അളവ് ചുരിദാറിയിലും അങ്ങനെ തന്നെയാണുള്ളത്. ഇതുണ്ടോ, അധികം ഇല്ല താനും, എന്നാൽ പിന്നെ ഒരു നൈസായിട്ടുണ്ട് താനും. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മളിവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് യോക്ക് പീസയിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം. ലൈനിങ്ങിന് നമ്മളങ്ങനെ ഞൊറി കൊടുത്തിട്ടില്ല, ഈ മെയിൻ പീസിന് മാത്രം നമ്മളങ്ങനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് യോക്ക് പീസയിലേക്ക് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മളത് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അധികം വലിയ ഞൊറി അല്ല താനും, എന്നാൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഒരു ഞൊറിയുടെ ഫീല് വരികയും ചെയ്യും. നമ്മൾ പെറ്റിക്കോട്ടിലൊക്കെ ഇടുന്ന പോലെ നമ്മൾ എടുത്തിട്ട് കൊടുക്കുമ്പോൾ അത് വല്ലാതെ നമ്മളെ ഷോ ചെയ്ത് കാണിപ്പിക്കും. അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഞൊറി വരുമ്പോഴാണ് ഭംഗി കൂടുന്നത്. അതാണ് ആ കൊച്ചിന് ഇഷ്ടവും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായൊരു ഞൊറി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അടിക്കുന്ന വിധം കാണിച്ചില്ലേ, അതുപോലെ അടിച്ചപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഞൊറി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇട്ട് കൊടുത്ത ഞൊറി അല്ല താനും. അങ്ങനെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് യോക്ക് പീസയിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ യോക്ക് പീസയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നടുക്കുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മളവിടെ നോച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. നോച്ചിട്ടിട്ടുണ്ട് നമ്മൾ. അത് ഈ നടുക്ക് പീസയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ 1.5 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ അകലം എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 എടുത്തതേ ഉള്ളൂ.
നടുക്കുന്നത് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ നടുക്കുന്നത് തുടങ്ങുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഈ സൈഡ് കണ്ടോ, കൃത്യമായിട്ട് നമുക്കിവിടെ എത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ഒരു 1/4 ഇഞ്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ യോക്ക് പീസാണ് കൂടുതൽ വന്നേക്കുന്നത്. അത് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കൂടുതലിട്ടതല്ലേ. അപ്പം നമ്മളത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് അടിക്കാം. ഒന്ന് നിവർത്തി നോക്കാം. കണ്ടോ, ഇങ്ങനെ അടിക്കുന്നത്. നമ്മൾ ഞുറിയിട്ട് കൊടുത്തിട്ടുമില്ല, എന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഞുറി കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് കിട്ടിയിട്ട് തികയാതെ വന്നിട്ടില്ല. നമ്മളിത് കൂടുതലിട്ട യോക്ക് പീസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ണം മതി. കുറച്ച് നോക്കാം. നല്ല ഭംഗിയായിട്ട് ഞൊറി നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടും ഇല്ല താനും, എന്നാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഈ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട്, അതായത് യോക്ക് പീസയിലേക്ക് വെച്ചിട്ട് നമുക്ക് പതിച്ചിരിക്കാം. പതിച്ചടിക്കണമെന്നൊന്നുമില്ല, പക്ഷേ എങ്കിലും ഭംഗി അതായിരിക്കും. നമ്മുടെ ആലിയ കട്ടിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഞുറിയിട്ട വിധം നമുക്ക് മനസ്സിലായി തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഞുറി കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിലധികം ഒരു ഭംഗി ഞുറിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഞുറിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുമില്ല. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി പുറകു പീസിൻ്റെ കഴുത്തടിച്ചിട്ട് ഷോൾഡർ കൂട്ടി വെപ്പിക്കാം. പുറകു പീസ് നമുക്ക് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് കഴുത്ത് പൈപ്പിങ് എടുക്കണം. അതായത് നമ്മൾ കഴുത്തിൽ ക്രോസ് പീസ് കൊടുത്ത് അടിക്കൊന്നും വേണ്ട, നമ്മൾ ലൈനിങ് വെച്ച് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറകിൽ ടക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു മുകളിൽ നിന്ന് 11.5യും ടക്കിൻ്റെ നീളം 5.5യും ഇവിടുന്നുള്ള അകലം, അതായത് നടുക്കുന്നുള്ള അകലം 3.5യാണ്. 3.5യാണ് അകലം കൊടുത്തത്. മുകളിൽ നിന്നുള്ള
ഇറക്കം കൊടുത്തിട്ടുള്ളത് 11.5 ടക്കിൻ്റെ നീളം കൊടുത്തിട്ടുള്ളത് 5.5. പിന്നെ നമുക്ക് തയ്ക്കാം. നമ്മൾ പുറകിൽ ടക്കിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡറാണ് കൂട്ടിവയ്ക്കേണ്ടത്. നമ്മൾ വണ്ണമെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പുറകുവശത്ത് പോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെയും വണ്ണം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. അതിന് മുന്നേ ഷോൾഡറെല്ലാം കറക്റ്റാണോ നോക്കുക. കൈക്കുഴിയെല്ലാം നമ്മുടെ ആംഹോൾ റൗണ്ട് ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. നമുക്ക് 8.25 കിട്ടുന്നത്. അത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു ഇച്ചിരി കൈക്കുഴി ഇവിടെ കുറവുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. നമ്മൾ കൈക്കുഴി എല്ലാം കറക്റ്റ് ചെയ്തു. അളന്ന് നോക്കി ആംഹോൾ റൗണ്ട് ഉണ്ടോ എന്നുള്ളത് അളന്ന് നോക്കിയാൽ അതിന് ശേഷം നമുക്കിനി കൈ പിടിപ്പിക്കാം. ഇതാണ് നമ്മുടെ കൈ നമ്മൾ ലൈനിങ് വെച്ച് അടിച്ച് മറിച്ച് വെച്ചേക്കുന്നത്. അത് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നര ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് തീരുമ്പം കിട്ടേണ്ടത്. ഇതിപ്പോൾ നമുക്ക് 4.5 ഉണ്ട്. അപ്പോൾ 4 മതി. നമ്മൾ കൈയെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇനി ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കാം. ഷോൾഡർ 14 കണക്കാക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൈ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കൈയുടെ പീസ് ഇച്ചിരി കൂടുതലുള്ളൂ, നമുക്ക് ഓടി പീസിന് കുറവില്ല. ഇവിടെ നമുക്ക് കയ്യെത്തി വൃത്തിയായിട്ട് നമ്മളൊരു കൈ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ കൈ അടിക്കണം. നമ്മുടെ കൈ പിടിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണുള്ളത്. കൈയുടെ ഇറക്കം കാണിച്ചു തരാം. 3.5 നമുക്കുള്ളത്. അടുത്ത കൈ പിടിപ്പിക്കുക. നമ്മൾ വണ്ണം അടയാളപ്പെടുത്താൻ പോവാണ്. സൈഡ് വണ്ണം നമ്മൾ അളവ് ചുരിദാർ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡ് വണ്ണം നമ്മൾ അടയാളപ്പെടുത്തുകയാണ്.
ഇവിടെ വരെയാണ് നമുക്ക് സ്ലിറ്റ് ഉള്ളത്. ഇവിടെ താഴേക്ക് നമ്മൾ കറക്റ്റ് മടക്കാനുള്ള വീതി ഇട്ടിട്ടുണ്ട് 1 ഇഞ്ച്. ഇപ്രാവശ്യത്ത് നമ്മൾ അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കും. നമുക്ക് സൈഡ് അടിക്കാം. അങ്ങനെ നമ്മുടെ ആലില കട്ട് ടോപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വീക്കഴുത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഞുറിക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ഞുറിയിട്ട് കൊടുക്കാതെ നമ്മൾ മെഷീനിൽ ഒരു ട്രിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഞുറി എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജീൻസിന് ഇടാൻ വേണ്ടിയുള്ള ടോപ്പാണ്. അപ്പം ഇത് അപ്പോൾ ഇവിടെ ഓപ്പണും കൊടുത്തിട്ടുണ്ട്, സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. പുറകിൽ പ്ലെയിനും മുന്നിൽ ആലില കട്ട് ഷേപ്പുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക് യു.